നമസ്കാരം. ലേറ്റ് എഡിഷൻ ആരംഭിക്കുന്നു. ഞാൻ അനു മോഹനൻ. മധ്യപ്രദേശിൽ നിന്ന് രാജ്യസഭയിലേക്കുള്ള കോൺഗ്രസ് സ്ഥാനാർത്ഥിയുടെ പത്രിക തള്ളിയതിൽ പ്രതിഷേധം കടുപ്പിക്കുന്നതിനിടെ തിരഞ്ഞെടുപ്പ് കമ്മീഷനെ കാണാൻ നേതാക്കൾക്ക് അനുമതി. നാളെ ഉച്ചയ്ക്ക് 12 മണിക്കാണ് ഇലക്ഷൻ കമ്മീഷനുമായുള്ള കൂടിക്കാഴ്ച. ജനാധിപത്യത്തിന്റെ കൊലപാതകമാണ് നടന്നതെന്നും നടപടിയെ നിയമപരമായും രാഷ്ട്രീയപരമായും നേരിടുമെന്നും ACC ജനറൽ സെക്രട്ടറി KC വേണുഗോപാൽ പ്രതികരിച്ചു. കോടതിയെ സമീപിക്കുന്നതിൽ എല്ലാ കാര്യങ്ങളും പരിശോധിക്കും. ഇത് ജനാധിപത്യത്തിന്റെ ക്രൂരമായ കൊലപാതകമാണ്. ഇത് അനുവദിക്കാൻ പറ്റുന്നതല്ല. ഒരു കാരണവുമില്ലാതെ ഒരു നോമിനേഷൻ ക്യാൻസൽ ചെയ്യുക ജനാധിപത്യം എത്രമാത്രം കൊല ചെയ്യപ്പെടുന്ന ഒരു തെളിവാണ്. ഇതിനെതിരായി നിയമപരമായിട്ടും രാഷ്ട്രീയമായിട്ടും പോരാടും. ഒരു അപേക്ഷ കൊടുക്കാൻ പോലും ഒരു തയ്യാറായില്ല. ഞങ്ങൾ കുത്തിയിരിക്കേണ്ടി വന്നു. അകത്തുനിന്ന് കയറി കൊടുക്കാൻ അപേക്ഷ സ്വീകരിച്ചു. ഇപ്പോൾ അത് കുത്തിയിരുന്നതിന് ശേഷം കോൺഗ്രസിൽ നിന്നുള്ള മീനാക്ഷി നടരാജന്റെ പത്രിക തള്ളിയതോടെ 3 രാജ്യസഭാ സീറ്റിലും BJPക്ക് ജയിക്കാൻ സാധ്യത തെളിഞ്ഞു. നവകേരള യാത്രയ്ക്കിടെ യൂത്ത് കോൺഗ്രസ് നേതാക്കളെ മർദ്ദിച്ച കേസിൽ മുൻ മുഖ്യമന്ത്രിയുടെ ഗൺമാൻമാർ ഉൾപ്പെടെ 5 പ്രതികൾക്ക് മുൻകൂർ ജാമ്യം. വധശ്രമം നിലനിൽക്കില്ലെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ആലപ്പുഴ ജില്ലാ സെഷൻസ് കോടതി മുൻകൂർ ജാമ്യം നൽകിയത്. പ്രതികൾക്ക് സ്വാഭാവിക ജാമ്യം നിഷേധിക്കാനാണ് കേസിൽ IPC 308 പ്രകാരം നരഹത്യാ ശ്രമം ചുമത്തിയതെന്ന പ്രതിഭാഗം വാദം കോടതി അംഗീകരിച്ചു. 1 മണിക്കൂറിനിടയിൽ പുതിയ അന്വേഷണം നടത്താതെയും കണ്ടെത്തലുകളില്ലാതെയും വകുപ്പ് ചേർത്തതിനെയും കോടതി വിമർശിച്ചു. പ്രതികളുടെ വ്യക്തിസ്വാതന്ത്ര്യം മുൻനിർത്തി കർശന ഉപാധികളോടെ മുൻകൂർ ജാമ്യം നൽകുന്നതായാണ് കോടതി ഉത്തരവ്. വ്യാഴാഴ്ച മുതൽ 3 ദിവസം 5 പ്രതികളും അന്വേഷണ സംഘത്തിന് മുന്നിൽ ചോദ്യം ചെയ്യലിന് ഹാജരാകണം. ചോദ്യം ചെയ്യൽ വേളയിൽ പ്രതികൾ SITയുടെ കസ്റ്റഡിയിലായിരിക്കും. അറസ്റ്റ് രേഖപ്പെടുത്തിയാലും 1 ലക്ഷം രൂപയുടെ ബോണ്ടിലും 2 ആൾജാമ്യത്തിലും പ്രതികളെ ജാമ്യത്തിൽ വിടണം. എല്ലാ ശനിയാഴ്ചകളിലും അന്വേഷണ ഉദ്യോഗസ്ഥന് മുന്നിൽ ഹാജരാകണം. സാക്ഷികളെ സ്വാധീനിക്കരുത്, തെളിവ് നശിപ്പിക്കാൻ ശ്രമിക്കരുത് തുടങ്ങിയ ഉപാധികളിലാണ് ജാമ്യം. മുൻകൂർ ജാമ്യം നൽകിയതിനെതിരെ വിമർശനവുമായി പരാതിക്കാർ. തീർത്തും നിരാശാജനകമായിട്ടുള്ള ഒരു വിധിയാണ് ഇന്നുണ്ടായിരിക്കുന്നത്. ഈ നിയമ പോരാട്ടം ഏതറ്റം വരെയും തുടർന്നു കൊണ്ടുപോകാൻ ഞങ്ങൾ 2 പേരും തയ്യാറാണ്. ഡിഫൻസ് അഭിഭാഷകൻ എന്ന് പറയുന്നത് കോടതി തന്നെ ആവുമ്പോൾ ഉണ്ടാവുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അതാണ് സത്യത്തിൽ. മുൻകൂർ ജാമ്യം തിരിച്ചടിയല്ലെന്ന് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല. അത് തിരിച്ചടിയായിട്ടൊന്നും കാണുന്നില്ല. എന്താണ് കോടതി വിധി എന്ന് പരിശോധിച്ച ശേഷം അതിന് അപ്പീൽ പോകണമെങ്കിൽ അപ്പീൽ പോകും, മറ്റ് നിയമ വഴികൾ തേടും. അതാണ് സാധാരണഗതിയിൽ നമുക്ക് ചെയ്യാൻ കഴിയുന്നത്. അത് തീർച്ചയായിട്ടും ചെയ്യും. സാധാരണ പോലീസുകാരായ പ്രതികൾ രാഷ്ട്രീയക്കാരായ പരാതിക്കാരെയോ സാക്ഷികളെയോ സ്വാധീനിക്കില്ലെന്നും കോടതി നിരീക്ഷിച്ചു. സമാനമായ കേസുകളിലെ സുപ്രീം കോടതിയുടെ മുൻ ഉത്തരവുകളും ജാമ്യ ഉത്തരവിൽ കോടതി ഉദ്ധരിച്ചു. 24 ആലപ്പുഴ. SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശന്റെ വർഗീയ പരാമർശങ്ങളെ തള്ളിപ്പറഞ്ഞ് CPIM. വർഗീയ പരാമർശങ്ങളെ പാർട്ടി തള്ളിപ്പറഞ്ഞില്ലെന്ന അവബോധം ന്യൂനപക്ഷങ്ങൾക്കിടയിൽ ഉണ്ടായെന്നും അത് തിരഞ്ഞെടുപ്പിൽ തിരിച്ചടിയായെന്നും സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ തുറന്നു പറഞ്ഞു. ആഗോള അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത് തെറ്റിദ്ധാരണ ഉണ്ടാക്കി. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിൽ പ്രതി A പത്മകുമാറിനെതിരെ നടപടി വൈകിയതും തെറ്റിപ്പോയെന്ന് CPIM സമ്മതിക്കുന്നുണ്ട്. CPIM സംസ്ഥാന സമിതിയിൽ നടന്ന ചർച്ചയിലെ വിമർശനങ്ങൾ കണക്കിലെടുത്താണ് SNDP യോഗം ജനറൽ സെക്രട്ടറി വെള്ളാപ്പള്ളി നടേശനെ പരസ്യമായി തള്ളിപ്പറയാൻ സംസ്ഥാന നേതൃത്വം നിർബന്ധിതമായത്. വെള്ളാപ്പള്ളി നടേശൻ നടത്തിയിട്ടുള്ള മുസ്ലിം വിരുദ്ധ പ്രസ്താവനകൾ തള്ളിക്കളഞ്ഞത് തന്നെയാണ്. ശക്തിയായ ഇടപെടൽ നടത്തുന്നതിൽ പോരായ്മ സംഭവിച്ചു എന്ന് ഞങ്ങൾ സ്വയം വിമർശകരുമായിട്ട് കാണുകയാണ്. ആഗോള അയ്യപ്പ സംഗമം ഇടത് സർക്കാരിന്റെ കാലത്ത് സംഘടിപ്പിക്കേണ്ട പരിപാടിയായിരുന്നില്ല എന്നതായിരുന്നു സംസ്ഥാന സമിതിയിലെ ചർച്ച. വികസന പരിപാടിയായിരുന്നെങ്കിൽ മറ്റൊരു പേരിൽ സംഘടിപ്പിക്കണമായിരുന്നു എന്നും വിമർശനമുയർന്നു. ഇതോടെയാണ് തിരുത്തുന്നത്. അയ്യപ്പ സംഗമം സംഘടിപ്പിച്ചത് ദേവസ്വം ബോർഡാണ്. സർക്കാരാണ് സംഘടിപ്പിച്ചതെന്ന വലതുപക്ഷ പ്രചരണ ആശയക്കുഴപ്പമുണ്ടാക്കി. യോഗി ആദിത്യനാഥിന്റെ സന്ദേശം ഇവിടെ വായിച്ചു എന്നത് ശരിയായിരുന്നില്ല എന്ന നിലപാടാണ് ഞങ്ങൾ സ്വീകരിക്കുന്നത്. ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസിലെ പ്രതിയും ജില്ലാ കമ്മിറ്റി അംഗവുമായ A പത്മകുമാറിനെതിരെ നടപടി വൈകിയതിലും CPIM തെറ്റ് ഏറ്റുപറയുന്നുണ്ട്. A പത്മകുമാറിനോട് പാർട്ടി വിശദീകരണം ചോദിക്കുകയും എല്ലാ പ്രവർത്തനങ്ങളിൽ നിന്നും മാറ്റി നിർത്തുകയും ചെയ്തിരുന്നു. ആരോപണമുണ്ടായ ഘട്ടത്തിൽ തന്നെ കർശനമായ നടപടി സ്വീകരിച്ചില്ല എന്ന എതിരാളികളുടെ പ്രചരണം തെരഞ്ഞെടുപ്പിൽ നമ്മെ ബാധിച്ചിട്ടുണ്ട്. തളിപ്പറമ്പിലും പയ്യന്നൂരിലും സ്ഥാനാർത്ഥിത്വം പാളിയത് കണ്ണൂർ ജില്ലാ നേതൃത്വം സംസ്ഥാന സമിതിയിൽ തുറന്നു സമ്മതിച്ചു. പയ്യന്നൂർ തളിപ്പറമ്പ് മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥി നിർണയത്തിലുണ്ടായ വീഴ്ചകൾ സ്വയം വിമർശകരുമായിട്ട് കണ്ണൂർ ജില്ലാ കമ്മിറ്റി തന്നെ സംസ്ഥാന കമ്മിറ്റിയുടെ മുമ്പിൽ അവതരിപ്പിച്ചിട്ടുണ്ട്. അതിൽ വ്യക്തിപരമായിട്ട് എനിക്കോ മറ്റാർക്കെങ്കിലുമോ അല്ല, സംഘടനയ്ക്ക് തന്നെയാണ്. 24 തിരുവനന്തപുരം.
വെള്ളാപ്പള്ളി നടേശനെ തള്ളിപ്പറയാതിരുന്നത് തിരിച്ചടിയായെന്ന CPIM സംസ്ഥാന സമിതി വിലയിരുത്തലിന് പിന്നാലെ രൂക്ഷ വിമർശനവുമായി പി ജയരാജൻ. വെള്ളാപ്പള്ളി നടേശന് 2 തോണിയിൽ കാലുവയ്ക്കുന്ന നിലപാട്. SNDPയുടെയും നവോത്ഥാന സമിതിയുടെയും തലപ്പത്തിരിക്കുന്ന വെള്ളാപ്പള്ളിയുടെ മകനും ഭാര്യയും സംഘപരിവാറിനൊപ്പം. ഈ ബഹുമുഖ വേഷം കേരളീയ സമൂഹം തിരിച്ചറിയണമെന്നും പി ജയരാജൻ തുറന്നടിച്ചു. കേരളത്തിലെ ഇപ്പോഴത്തെ SNDP യോഗത്തിന്റെ ജനറൽ സെക്രട്ടറിയാണ് വെള്ളാപ്പള്ളി നടേശൻ. ആ നടേശൻ ചെയ്യുന്ന ഒരു കൃത്യം നമ്മൾ ചരിത്രത്തിലൂടെ നോക്കുന്ന അവസരത്തിൽ യഥാർത്ഥത്തിൽ അദ്ദേഹം 2 തോണിയിൽ കാല് വെച്ചുകൊണ്ടുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. അല്ലേ? ഇങ്ങനെയാ 2 തോണിയിൽ കാല് വെക്കുന്നത്? അദ്ദേഹം SNDPയുടെ ജനറൽ സെക്രട്ടറി, പിന്നെയോ നവോത്ഥാന സമിതിയുടെ, കേരളത്തിലെ അന്നത്തെ ഗവൺമെന്റ് രൂപീകരിച്ച നവോത്ഥാന സമിതിയുടെ നായകസ്ഥാനത്ത് വരിക, പിന്നെയോ മകനെ BDSന്റെ ജനറൽ സെക്രട്ടറി ആക്കുക. ആ BDS ആരുടെ കൂടിയ സംഘപരിവാർ ശക്തികൾക്കൊപ്പം. അദ്ദേഹത്തിന്റെ ഭാര്യ പ്രീതി നടേശൻ BJP സ്ഥാനാർത്ഥികളെ വെള്ളപൂശാൻ വേണ്ടി നടക്കുന്നു. സംഗതി മനസ്സിലായത്? ഈ ബഹുമുഖ വേഷം അത് കേരളീയ സമൂഹം തിരിച്ചറിയണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. CMRL എക്സാലോജിക് മാസപ്പടി കേസിൽ പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ ടി EDയുടെ ചോദ്യമുനയിലേക്ക്. വെള്ളിയാഴ്ച കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകണമെന്ന് നിർദ്ദേശിച്ച് ED വീണയ്ക്ക് നോട്ടീസ് നൽകി. വീണയും CMRL മാനേജിംഗ് ഡയറക്ടർ SN ശശിധരൻ കർത്തയും ഉൾപ്പെടെ 9 പേർക്കാണ് EDയുടെ സമൻസ്. എക്സാലോജിക് CMRL മാസപ്പടി കേസിൽ റെയ്ഡിന് പിന്നാലെ ദ്രുതഗതിയിൽ അടുത്ത നടപടികളിലേക്ക് കടക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ്. വീണ ടി, CMRL MD ശശിധരൻ കർത്ത, മകൻ ശരൺ S കർത്ത, CMRLലെ പ്രധാന ഉദ്യോഗസ്ഥർ തുടങ്ങി 9 പേർ വെള്ളിയാഴ്ച ചോദ്യം ചെയ്യലിന് ഹാജരാകണമെന്നാവശ്യപ്പെട്ട് ED സമൻസ് അയച്ചു. പ്രതിപക്ഷ നേതാവ് പിണറായി വിജയന്റെ മകൾ വീണ 2,78,00,000 രൂപ CMRL നിന്ന് കൈപ്പറ്റിയത് ഏത് സേവനത്തിനാണ്, ഈ തുക എന്തിനു വേണ്ടി ചിലവഴിച്ചു എന്നീ കാര്യങ്ങളാണ് പ്രധാനമായും അന്വേഷിക്കുന്നത്. ഈ കേസുമായി ബന്ധപ്പെട്ട് SFIOയുടെ കയ്യിലുള്ള 134 രേഖകൾ ആവശ്യപ്പെട്ടുള്ള EDയുടെ ഹർജി കോടതി അംഗീകരിച്ചിരുന്നു. ഈ രേഖകളുടെയും റെയ്ഡിൽ വീടുകളിൽ നിന്ന് കണ്ടെത്തിയ ഡിജിറ്റൽ തെളിവുകളുടെയും അടിസ്ഥാനത്തിലായിരിക്കും ചോദ്യം ചെയ്യൽ. കമ്പനീസ് ആക്ട് പ്രകാരം വീണ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ടെന്ന് പരാതിക്കാരൻ ഷോൺ ജോർജ്. സംസ്ഥാന സർക്കാരിന് കൂടി ഉടമസ്ഥാവകാശമുള്ള ഒരു പബ്ലിക് ലിമിറ്റഡ് കമ്പനിയിൽ നിന്നാണ് ഈ ലൂട്ടിംഗ് നടന്നിട്ടുള്ളത്. 200 കോടി രൂപയിലധികം വരും. അതിൽ അക്കൗണ്ടിൽ തന്നെ 2,86,00,000 രൂപ വീണയിലേക്ക് എത്തിയിട്ടുണ്ട്. അപ്പോൾ ഇതിന് മുൻ മുഖ്യമന്ത്രിയുടെ മകളെന്ന നിലയിൽ തന്നെ ആ സ്റ്റാറ്റസിൽ തന്നെ മറുപടി പറയേണ്ടതിൻ്റെ വലിയ ഉത്തരവാദിത്വം വീണയ്ക്കുണ്ട്. ഇതിന്മേൽ അന്വേഷണം മാത്രമല്ല, അതിൻ്റെ അപ്പുറത്തേക്ക് ഈ പണം തിരികെ പിടിക്കാനുള്ള നടപടിയും അന്വേഷണ ഏജൻസികളുടെ ഭാഗത്തുനിന്നുണ്ടാകണം. CMRLന് സേവനം ലഭിച്ചത് പിണറായി വിജയനിൽ നിന്നാണെന്ന് മാത്യു കുഴൽനാടൻ MLA. എന്തിനു വേണ്ടി പണം നൽകി, അതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോഴാണ് അഴിമതിയുടെ കാര്യങ്ങൾ വരികയും വീണ വിജയന്റെ പിതാവായ മുൻ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇതിന്റെ പ്രതിപട്ടികയിലേക്ക് വരേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്യുന്നത്. കേസ് അന്വേഷണത്തിനുള്ള നിയമ തടസ്സങ്ങളെല്ലാം ഒഴിഞ്ഞതോടെ പിടിമുറുക്കുകയാണ് ED. 24 കൊച്ചി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ SITക്ക് ഒരുപോലെ ആശ്വാസവും നിരാശയും. തന്ത്രി കണ്ഠരര് രാജീവരുടെ ജാമ്യം റദ്ദാക്കണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി. എന്നാൽ അന്വേഷണത്തിനെതിരായ കൊല്ലം വിജിലൻസ് കോടതിയുടെ എല്ലാ പരാമർശവും ഹൈക്കോടതി നീക്കി. ശബരിമല സ്വർണ്ണക്കൊള്ളയിൽ പ്രതി ചേർക്കപ്പെട്ട തന്ത്രി കണ്ഠരര് രാജീവർക്ക് 41 ദിവസങ്ങൾക്ക് ശേഷം കൊല്ലം വിജിലൻസ് കോടതി ജാമ്യം അനുവദിച്ചിരുന്നു. ഇത് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടാണ് പ്രത്യേക അന്വേഷണ സംഘം ഹൈക്കോടതിയെ സമീപിച്ചത്. കൂടാതെ തന്ത്രിക്കെതിരെ തെളിവിന്റെ കണിക പോലുമില്ല എന്ന വിജിലൻസ് കോടതിയുടെ പരാമർശം കേസിന്റെ മുന്നോട്ടുള്ള പോക്കിന് തിരിച്ചടിയാകുമെന്ന വിലയിരുത്തലും SITക്ക് ഉണ്ടായിരുന്നു. എന്നാൽ തന്ത്രിയുടെ ജാമ്യം റദ്ദാക്കാനാകില്ലെന്ന് കോടതി. പക്ഷേ SITയുടെ അന്വേഷണത്തിന് എതിരായ എല്ലാ പരാമർശങ്ങളും ഹൈക്കോടതി നീക്കി. ഇത് പ്രത്യേക അന്വേഷണ സംഘത്തിന് താൽക്കാലിക ആശ്വാസമായി. ശബരിമലയിലെ അഷ്ടാഭിഷേക ക്രമക്കേടിൽ മഹാനിവേദ്യം, ഗണപതി ഹോമം, അഷ്ടാഭിഷേകം തുടങ്ങി എല്ലാ വഴിപാട് വിശദാംശങ്ങളും ഹൈക്കോടതി തേടി. കഴിഞ്ഞ 10 വർഷത്തെ മുഴുവൻ വഴിപാട് രേഖകളും സുനിൽകുമാർ ഉൾപ്പെടെയുള്ള സ്പോൺസർമാരുടെ വിവരങ്ങളും ഹാജരാക്കണം. തിരുവിതാംകൂർ ദേവസ്വം ബോർഡിനാണ് ഹൈക്കോടതി നിർദ്ദേശം നൽകിയത്. 24 കൊച്ചി. കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ അതിജീവിതയുടെ ഹർജി ജസ്റ്റിസ് കൗസർ എടപ്പാകത്തിന്റെ ബെഞ്ച് പരിഗണിക്കും. മെമ്മറി കാർഡിന്റെ ഹാഷ് വാല്യൂ ചോർന്നതിൽ അടക്കം പുനരന്വേഷണം ആവശ്യപ്പെട്ടാണ് അതിജീവിത ഹർജി നൽകിയത്. ഹർജി നാളെ പരിഗണിക്കും. കേസ് പരിഗണിക്കുന്നതിൽ നിന്ന് ജസ്റ്റിസ് ബോബിൻ സെബാസ്റ്റ്യൻ പിന്മാറിയിരുന്നു.
സംസ്ഥാനത്ത് മഴ ശക്തം. അതിതീവ്ര മഴയ്ക്ക് സാധ്യതയുള്ളതിനാൽ കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് റെഡ് അലർട്ടാണ്. മലപ്പുറം, വയനാട് ജില്ലകളിൽ ഓറഞ്ച് മുന്നറിയിപ്പുണ്ട്. മലപ്പുറം, കോഴിക്കോട്, വയനാട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ നാളെ യെല്ലോ മുന്നറിയിപ്പാണ്. കനത്ത കാറ്റിലും മഴയിലും ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് KEB. വൈദ്യുതി കമ്പികൾ പൊട്ടിക്കിടക്കുന്നത് കണ്ടാൽ പരിസരത്തേക്ക് പോകരുതെന്ന് മുന്നറിയിപ്പുണ്ട്. ശക്തമായ കാറ്റിലും മഴയിലും സംസ്ഥാനത്ത് പലയിടത്തും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ഭൂമി ഇടിഞ്ഞു താഴ്ന്നും മരങ്ങൾ കടപുഴകിയുമാണ് അപകടങ്ങൾ ഏറെയും. കോഴിക്കോട് വടകരയിൽ ഇടിമിന്നലിൽ വീട് തകർന്നു. തിരുവനന്തപുരം മുടവൻമുകളിൽ വാട്ടർ അതോറിറ്റിയുടെ മതിൽ വീടിന് മുകളിലേക്ക് ഇടിഞ്ഞു വീണു. കനത്ത മഴയിൽ കൊല്ലം ചീരങ്കാവിൽ ഭൂമി ഇടിഞ്ഞു താഴ്ന്ന് ഗർത്തം രൂപപ്പെട്ടു. കോഴിക്കോട് വടകരയിൽ ഇടിമിന്നലേറ്റ് മണിയൂർ സ്വദേശി ഷൈജുവിന്റെ വീട് തകർന്നു. കനത്ത മഴയിൽ കോഴിക്കോട് കൊടിയത്തൂർ പഞ്ചായത്തിൽ വയോധികയുടെ വീട് തകർന്നു. മുണ്ടംപോലിൽ ചക്കിക്കുട്ടിയുടെ വീടാണ് തകർന്നത്. പെരുവയലിൽ കിണറിടിഞ്ഞു താഴ്ന്നു. വടകരയിൽ ടേക്ക് എ ബ്രേക്ക് കേന്ദ്രത്തിന്റെ മേൽക്കൂര കാറ്റിൽ തകർന്നു. പുതിയ ബസ് സ്റ്റാൻഡ് വെള്ളത്തിൽ മുങ്ങി. കണ്ണൂർ തളാപ്പിൽ കെട്ടിടവും മതിലും തകർന്നു വീണു. ഇടുക്കി കമ്പംമെട്ടിൽ ശക്തമായ കാറ്റിൽ മരം കടപുഴകി കാറുകളും സ്കൂട്ടറുകളും തകർന്നു. ദേശീയപാതയിൽ മണ്ണിടിച്ചിൽ ഭീഷണിയെ തുടർന്ന് മൂന്നാറിൽ വഴിയോര കടകൾ ഒഴിപ്പിക്കും. വഴിയരികിലെ പാർക്കിംഗും നിരോധിച്ചു. കൊച്ചിയിൽ പലയിടത്തും വെള്ളക്കെട്ടാണ്. ശക്തമായ മഴയിൽ തൃശൂർ പറപ്പൂക്കര രാപ്പാൾ പള്ളത്ത് കുറുമാലിപ്പുഴയുടെ ബണ്ട് ഇടിഞ്ഞു. കാസർഗോഡ് കനത്ത മഴയിൽ പൊയ്നാച്ചി ബന്തെടുക്ക പാതയിൽ കുണ്ടംകുഴിയിൽ വിള്ളൽ രൂപപ്പെട്ടു. കോട്ടയം കടനാട് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് മുന്നിലുണ്ടായിരുന്ന പാഴ്മരം കടപുഴകി വീണു. കണ്ണൂർ തിരുമേനി മുതുവമ്പാടിയിൽ വീടിന്റെ സംരക്ഷണ ഭിത്തി ഇടിഞ്ഞു. കണ്ണൂർ ശ്രീകണ്ഠാപുരം ചുണ്ടക്കുന്നിൽ കനത്ത മഴയിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് മതിലിലിടിച്ചു. വിവിധ ബ്യൂറോകൾക്കൊപ്പം ന്യൂസ് ഡെസ്ക് 24. തൃശൂരിൽ വീശിയടിച്ച മിന്നൽ ചുഴലിയിൽ വ്യാപക നാശനഷ്ടം. വില്ലടം, വിൽവട്ടം, ചേറൂർ ഉൾപ്പെടെയുള്ള മേഖലകളിൽ വീടുകളുടെ മുകളിലേക്ക് മരം വീണ് നാശനഷ്ടമുണ്ടായി. പൂച്ചട്ടി ഭവൻ സ്കൂളിന് മുകളിലേക്ക് തേക്കുമരങ്ങൾ കടപുഴകി വീണ് നിരവധി വാഹനങ്ങൾക്കും സ്കൂളിനും കേടുപാടുണ്ടായി. രാവിലെ 8:50ഓടെയാണ് മഴയ്ക്കൊപ്പം ശക്തമായ കാറ്റുമടിച്ചത്. ചുഴലിയാണെന്ന് ആളുകൾ തിരിച്ചറിയുന്നതിന് മുൻപ് തന്നെ മരങ്ങൾ കടപുഴകി വീണു. വീടുകളുടെ ഷീറ്റുകൾ വീശിയടിച്ച കാറ്റിൽ പറന്നുപോയി. വാതിലും തുറന്ന് മഴ പെയ്യുണ്ടോ നോക്കി. അപ്പോൾ ചെറിയൊരു രീതിയിൽ മഴ, പിന്നെ കാറ്റ് ആഞ്ഞടിക്കുകയാണ് ചെയ്തത്. അപ്പോൾ നമ്മൾ കാറ്റ് നമുക്കിവിടെ ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഇത്രയും കാറ്റ് നമ്മൾ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ വാതിലടച്ചു. പിന്നെ എന്തൊക്കെയോ ഓടിന് മുകളിലേക്ക് വീഴുന്നുണ്ട്. പിന്നെ ഞങ്ങൾ പുറത്തിറങ്ങി നോക്കുമ്പോൾ ഒന്നുമില്ല. വില്ലടം, വിൽവട്ടം, ചേറൂർ, കൊഴുക്കുള്ളി മേഖലകളിലാണ് വ്യാപക നാശനഷ്ടം വിതച്ചത്. പൂച്ചട്ടി ഭവൻ സ്കൂളിന് മുകളിലേക്ക് തേക്കുമരങ്ങളാണ് കടപുഴകി വീണത്. LKG ബ്ലോക്കിന് സമീപത്ത് നിർത്തിയിട്ടിരുന്ന വാഹനങ്ങൾക്ക് കേടുപാടുകൾ സംഭവിച്ചു. പറപ്പൂക്കര രാപ്പാൾ പള്ളത്ത് കുറുമാലിപ്പുഴയുടെ ബണ്ടിടിഞ്ഞ് താഴ്ന്നു. 2018-ൽ പ്രളയസമയത്ത് ബണ്ടിടിഞ്ഞ് ഇവിടെ പുഴ ഗതിമാറി ഒഴുകിയിരുന്നു. അതേസമയം മറ്റത്തൂരിൽ മണ്ണിടിച്ചിൽ ഭീഷണിയുള്ളതിനാൽ 10ഓളം കുടുംബങ്ങളെ ക്യാമ്പിലേക്ക് മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ട്. 24 തൃശൂർ. വയനാട് എന്നുള്ളൊരു വാർത്ത വരുന്നുണ്ട്. പുൽപ്പള്ളിയിൽ കൂട്ടിൽ കെട്ടിയ ആടിനെ പുലി ആക്രമിച്ചു കൊന്നു എന്നുള്ളതാണ് വാർത്ത. മൂന്നുപാലം സ്വദേശി ബെന്നിയുടെ ആടുകളെയാണ് ആക്രമിച്ചത്. കാളിദാസൻ ദേവദത്തം വയനാട്ടിൽ നിന്നും വിവരങ്ങളുമായി ചേരുന്നുണ്ട്. കാളി, വിവരങ്ങൾ. വനം വകുപ്പ് അധികൃതർ എത്തി പരിശോധന നടത്തിയ ശേഷം പുലി എന്നുള്ളത് തന്നെയാണ് പ്രാഥമിക നിഗമനവും പുറത്തുവരുന്നത്. പുൽപ്പള്ളിയിലാണ് ഈ സംഭവം ഉണ്ടായത്. 8:30ഓടെയാണ് ഇത്തരത്തിൽ വീട്ടുകാർ കൂട്ടിൽ കെട്ടിയിരുന്ന ആടിനെ പുലി ആക്രമിച്ചിരിക്കുന്നത്. വീട്ടുകാർ കൃത്യമായി ആ പുലിയെ കണ്ടിരുന്നു എന്നുള്ള ഒരു വീട്ടുകാർ കണ്ടിരുന്നു എന്ന് പറഞ്ഞതിനെ തുടർന്നാണ് വനം വകുപ്പും സ്ഥലത്തെത്തി ആ പരിശോധന നടത്തിയത്. അപ്പോൾ കൂടുതൽ പരിശോധനകളിലേക്കും ഒപ്പം തന്നെ നിരീക്ഷണങ്ങളിലേക്കും ഒക്കെ തന്നെ വനം വകുപ്പും കടക്കുന്നു എന്നുള്ളതാണ്. കഴിഞ്ഞ ദിവസമാണ് സമീപ പ്രദേശമായ പാടിച്ചിറയിൽ ഇത്തരത്തിൽ വളർത്തുനായയെ പുലി ആക്രമിച്ചു കൊന്നിരുന്നത്. അപ്പോൾ ആശങ്കയുണ്ട് നാട്ടുകാർക്ക് എന്നുള്ളതും കൂടിയാണ്. പുൽപ്പള്ളിയിലാണ്
ഇത്തരത്തിൽ വീട്ടുകാരുടെ കൂട്ടിൽ കെട്ടിയിരുന്ന ആടിനെ പോലീസ് ആക്രമിച്ചിരിക്കുന്നത് 3 മൈൽ സ്വദേശി ബെന്നിയുടെ ആടുകളെയാണ് ആക്രമിച്ചത്. ഒരാടിനെ ആക്രമിച്ച് കൊന്നിരിക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും കൂട്ടിൽ കെട്ടിയ ആടിനെ പുലി കൊണ്ടുപോയി പുൽപ്പള്ളിയിലാണ് സംഭവം. കാളിദാസനാണ് വിവരങ്ങൾ വയനാട് നിന്ന് നൽകിയത്. തൃണമൂൽ കോൺഗ്രസിൽ പൊട്ടിത്തെറി തുടരുന്നു. വിമത എംപിമാർ രാജിവയ്ക്കണമെന്ന് തൃണമൂൽ ചീഫ് വിപ്പ് കല്യാൺ ബാനർജി. പ്രതിസന്ധിക്കിടെ ഇന്ത്യ സഖ്യത്തിനൊപ്പം ഉറച്ചു നിൽക്കാൻ കരുക്കൾ നീക്കി മമതാ ബാനർജി. മുതിർന്ന കോൺഗ്രസ് നേതാവ് സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി. അതിനിടെ വ്യാജ ഒപ്പ് കേസുമായി ബന്ധപ്പെട്ട് CID സംഘം മമതയുടെ വസതിയിലെത്തി. ലോക്സഭയിലെ തൃണമൂലിന്റെ ആകെയുള്ള 28 എംപിമാരിൽ 20 പേരുടെ പിന്തുണയുണ്ടെന്നാണ് വിമതരുടെ അവകാശവാദം. ലോക്സഭാ സ്പീക്കർ ഓം ബിർളയെ കണ്ട് തങ്ങളാണ് ഔദ്യോഗിക TMC എന്ന അവകാശവാദം ഉന്നയിക്കും. വിമത എംപിമാർക്ക് അധികാരമോഹമെന്നാണ് TMC ചീഫ് വിപ്പ് കല്യാൺ ബാനർജിയുടെ ആരോപണം. അതിനിടെ മമത ഡൽഹിയിൽ സോണിയാഗാന്ധിയുമായി കൂടിക്കാഴ്ച നടത്തി. എന്നാൽ മമത കോൺഗ്രസിനെ എക്കാലവും ദുർബലപ്പെടുത്താൻ ശ്രമിച്ചെന്നാണ് ബംഗാൾ കോൺഗ്രസിന്റെ വിമർശനം. जब बंगाल में कांग्रेस पार्टी को तोड़ने के लिए सारे संसाधन को ये इस्तेमाल कर रहे थे बंगाल में, हमारे पार्टी की MLA से लेकर पंचायत तक जितने हमारे इलेक्टेड नुमाइंदे थे सबको तोड़ो और कांग्रेस को खत्म कर दो, TMC में शामिल कराओ. അതിനിടെ വ്യാജ ഒപ്പ് കേസുമായി ബന്ധപ്പെട്ട് ബംഗാൾ പോലീസ് CID സംഘം മമതാ ബാനർജിയുടെ വസതിയിലെത്തി. 24 ഡൽഹി. രണ്ടാംഘട്ട മന്ത്രിസഭാ പുനഃസംഘടന ചർച്ച ചെയ്യാനായി കർണാടക മുഖ്യമന്ത്രി DK ശിവകുമാർ നാളെ ഡൽഹിയിലേക്ക് പോകും. നിലവിലെ മന്ത്രിസഭയിൽ അസംതൃപ്തിയുള്ള മന്ത്രിമാരുടെ ആവശ്യങ്ങളും ചർച്ച ചെയ്യും. രാജ്യസഭാ തിരഞ്ഞെടുപ്പിന് ശേഷമായിരിക്കും രണ്ടാംഘട്ട മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാകുക. മന്ത്രിസഭയിലെ പ്രതിസന്ധികൾ വേഗത്തിൽ പരിഹരിച്ചില്ലെങ്കിൽ വലിയ വെല്ലുവിളികൾ നിറഞ്ഞതാകും DKയുടെ മുന്നിലുള്ള 2 വർഷങ്ങൾ. നിലവിൽ മന്ത്രിമാർക്കിടയിലുള്ള പ്രശ്നങ്ങളും മന്ത്രി കസേരയ്ക്കായി കാത്തിരിക്കുന്ന മുതിർന്ന MLAമാരുടെ താത്പര്യങ്ങളുമാകും നാളെ ചർച്ചയാവുക. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖർഗെയുമായും രാഹുൽ ഗാന്ധിയുമായും DK ശിവകുമാർ നാളെ ചർച്ച നടത്തും. മുഖ്യമന്ത്രി സ്ഥാനത്തെ ചൊല്ലിയുള്ള അധികാര വടംവലി അവസാനിപ്പിച്ച് സത്യപ്രതിജ്ഞ ചെയ്ത് മണിക്കൂറുകൾക്കകമാണ് ജലവിഭവ വകുപ്പ് മന്ത്രി രാമലിംഗ റെഡ്ഡി രാജിവെച്ചത്. പിന്നാലെ വകുപ്പ് വിഭജനത്തിൽ അതൃപ്തി അറിയിച്ച് മുതിർന്ന നേതാവും മന്ത്രിയുമായ KH മുനിയപ്പയും ഹൈക്കമാൻഡിനെ സമീപിച്ചിരുന്നു. രാജ്യസഭാ തെരഞ്ഞെടുപ്പിന് ശേഷമാകും രണ്ടാംഘട്ട മന്ത്രിസഭാ പുനഃസംഘടന ഉണ്ടാവുകയെന്ന് നേരത്തെ തന്നെ ഹൈക്കമാൻഡ് ഉറപ്പു നൽകിയിരുന്നു. DKയുടെ അടുത്ത അനുയായിയും മലയാളിയുമായ NA ഹാരിസും മന്ത്രിസഭയിൽ അംഗമാകാനിടയുണ്ട്. 24 ബംഗളൂരു. ഇപ്പോൾ തിരുവനന്തപുരത്ത് നിന്നൊരു വാർത്ത വരുന്നുണ്ട്. കാപ്പ കേസിൽ BJP കൗൺസിലർ പിടിയിലായിട്ടുണ്ട്. തിരുവനന്തപുരം കോർപ്പറേഷൻ വാഴോട്ടുകോണം വാർഡ് കൗൺസിലർ സുഗതനാണ് പിടിയിലായിരിക്കുന്നത്. നിരവധി ക്രിമിനൽ കേസുകളിൽ പ്രതിയായ ഇയാൾക്കെതിരെ പോലീസ് കാപ്പ ചുമത്തിയിരുന്നു. വട്ടിയൂർക്കാവ് പോലീസ് പ്രതിയെ പിടികൂടിയത് വളരെ നാടകീയമായാണ്. ഈ പിടികൂടുന്ന സമയത്ത് അനുയായികൾ ഉണ്ടായിരുന്നു. അനുയായികൾ ഈ പോലീസിനെ വളയുകയുണ്ടായി. പിന്നാലെ SHO വിപിൻ ആകാശത്തേക്ക് വെടിവെച്ചു. അതിനുശേഷമാണ് സുഗതനെ അറസ്റ്റ് ചെയ്ത് ബലപ്രയോഗത്തിലൂടെ അറസ്റ്റ് ചെയ്ത് നീക്കി എന്നാണ് അറിയാൻ കഴിയുന്നത്. ഒളിവിലായിരുന്നു സുഗതൻ. ഒളിവിൽ കഴിയുന്ന സുഗതനെയാണ് ഇപ്പോൾ പോലീസ് പിടികൂടിയിരിക്കുന്നത്. ഹൈക്കോടതിയിൽ നേരത്തെ മുൻകൂർ ജാമ്യാപേക്ഷ നൽകിയിരുന്നു. എന്നാൽ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി തള്ളിയതോടെയാണ് ഇപ്പോൾ പോലീസ് പിടിയിലായിരിക്കുന്നത്. മേഘ്ന മുരളിയുണ്ട് വിവരങ്ങളുമായി. മേഘ്ന, ആകാശത്തേക്ക് വെടിവെച്ച് കാപ്പ കേസ് പ്രതിയെ പിടികൂടിയിരിക്കുന്നു. അതും കൗൺസിലറാണ് അല്ലേ തിരുവനന്തപുരം? തീർച്ചയായും വട്ടിയൂർക്കാവ് പോലീസ് അതിനാടകീയമായാണ് ഇപ്പോൾ പ്രതിയായിട്ടുള്ള കൗൺസിലറെ പിടികൂടിയിട്ടുള്ളത്. തിരുവനന്തപുരം കോർപ്പറേഷനിലെ വാഴോട്ടുകോണം വാർഡ് കൗൺസിലറായിട്ടുള്ള സുഗതനാണ് കാപ്പ കേസിൽ പോലീസിന്റെ പിടിയിലായിട്ടുള്ളത്. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഒളിവിലായിരുന്നു. അതിനുശേഷമാണ് ഈ വാഴോട്ടുകോണത്തേക്ക് സുഗതൻ എത്തിയിട്ടുണ്ട് എന്നുള്ള വിവരത്തിന്റെ പുറത്ത് വട്ടിയൂർക്കാവ് പോലീസ് സംഭവസ്ഥലത്ത് എത്തുന്നത്. അതിനുശേഷം ഈ പ്രതിയെ പിടികൂടാനായി പോലീസിന്റെ ശ്രമം നടക്കുമ്പോൾ മറ്റ് BJP പ്രവർത്തകർ പോലീസിനെ വളഞ്ഞു എന്നുള്ളതാണ് ലഭിക്കുന്ന വിവരം. അങ്ങനെ സ്വയം രക്ഷ എന്ന രീതിയിൽ ഈ പ്രവർത്തകരിൽ നിന്ന് രക്ഷപ്പെടാനായാണ് SHO ആയിട്ടുള്ള വിപിൻ ആകാശത്തേക്ക് വെടിവെച്ചത്. അങ്ങനെ അതിനുശേഷമാണ് ബലപ്രയോഗത്തിലൂടെ ഈ പ്രതിയായിട്ടുള്ള സുഗതനെ പോലീസ് ജീപ്പിലേക്ക് മാറ്റുകയും ചെയ്തിട്ടുള്ളത്. BJP അനുയായികളായിട്ടുള്ള ഈ വട്ടിയൂർക്കാവ് കൗൺസിലറായിട്ടുള്ള സുഗതന്റെ അനുയായികളാണ് പിന്നീട് ഈ പോലീസിനെ ആക്രമിക്കാനും അതുപോലെ തന്നെ പോലീസിനെ വളയാനുമുള്ള ഒരു ശ്രമം നടത്തിയത്. അങ്ങനെ അതിസാഹസികമായി ബലപ്രയോഗത്തിലൂടെയാണ് ഇപ്പോൾ പ്രതിയെ അറസ്റ്റ് ചെയ്ത് നീക്കിയിട്ടുള്ളത്. ഈ ഉത്സവപ്പറമ്പിൽ പ്രശ്നമുണ്ടാക്കി ഒരു വ്യക്തിയെ വധിക്കാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഈ സുഗതനെതിരായിട്ടുള്ള കേസ്. ഒരുപാട് ക്രിമിനൽ കേസുകളിൽ പ്രതിയാണ് വാഴോട്ടുകോണം കൗൺസിലറായിട്ടുള്ള സുഗതൻ. അങ്ങനെ പോലീസ് കാപ്പ ചുമത്തിയിരുന്നു. അതിനുശേഷം ഹൈക്കോടതിയിൽ പോയി മുൻകൂർ ജാമ്യാപേക്ഷ നിഷേധിച്ചു. 7-ാം തീയതിക്കകം ഈ സുഗതനെ അറസ്റ്റ് ചെയ്യണമെന്നുള്ള ഹൈക്കോടതിയുടെ നിർദ്ദേശമുണ്ടായിരുന്നു.
ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് വട്ടിയൂർക്കാവ് പോലീസ് ഈ പ്രതിയെ പിടികൂടാനായി വളോട്ടുകോണത്ത് രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ എത്തുകയും ചെയ്തത്. ആ സമയത്താണ് BJP പ്രവർത്തകർ പോലീസിനെ വളഞ്ഞ് ഒരു സംഘർഷ സാഹചര്യം സൃഷ്ടിക്കാൻ ശ്രമിച്ചത്. അതിൽ SHO ആയിട്ടുള്ള വിപിനാണ് ആകാശത്തേക്ക് വെടിവെച്ച് ഈ പ്രവർത്തകരെ മറുകയും വാഴോട്ടുകോണം കൗൺസിലർ സുഗതനെയാണ് പിടികൂടിയത്. പിടികൂടുന്ന സമയത്ത് BJP പ്രവർത്തകർ വളഞ്ഞു, ആകാശത്തേക്ക് വെടിവെക്കേണ്ടി വന്നു. സുഗതൻ എന്തായാലും അകത്തായിരിക്കുകയാണ്. മേഘ്ന മുരളിയാണ് വിവരങ്ങൾ നൽകിയത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.